ചരിത്ര ആരംഭകാലം മുതൽ ദമ്പതികൾക്ക് കുട്ടികളുണ്ടായില്ലെങ്കിൽ സ്ത്രീകളെ പഴിക്കുക ഒരു പതിവായിരുന്നിട്ടുണ്ട്. കേരളത്തിൽ മറ്റൊരു മൂഢവിശ്വാസം കൂടെ ഉണ്ട്. പെൺകുട്ടികളാണ് മാത്രമാണ് കൂടുതൽ ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ കുറ്റം സ്ത്രീകൾക്കായിരിക്കും. പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്ന സ്ത്രീകളെ ഭർത്താക്കന്മാരും അമ്മായിയമ്മമാരുമൊക്കെ കുറ്റം പറയുന്ന കഥകൾ നമ്മുടെ സാഹിത്യകൃതികളിൽ തന്നെയുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമായി വസ്തുതകൾക്ക് നിരക്കാത്ത വിരുദ്ധമായ അസംബന്ധമാണ്. കുട്ടികൾ ഉണ്ടാക്കാതെ ആൾക്കാരെ പെണ്ണുങ്ങളെ മച്ചികളെന്ന് വിളിക്കുമെങ്കിലും ഈ മച്ചിത്വം സ്ത്രീകൾക്കും പുരുഷന്മാരും ഒരുപോലെ കാരണക്കാരായേക്കാം. ജനിക്കുന്ന കുട്ടി ആണോ പെണ്ണോ ആണെന്നതിൻ്റെ തീരുമാനിക്കപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്വം പുരുഷ ബീജത്തിനു മാത്രമാണ്. ഇക്കാര്യത്തിൽ പെൺകുട്ടികളോ ആൺകുട്ടികളോ മാത്രം ജനിക്കുന്നതിന് സ്ത്രീകൾക്ക് ഒരു ബാധ്യതയുമില്ല. ഇതെല്ലാം കൊണ്ട് മെയിൽ ഫെർട്ടിലിറ്റിയുടെ ബാലപാഠങ്ങൾ എല്ലാവരും അല്പം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പുരുഷ ബീജം മെയിൽ സ്പേം ഉൽപ്പാദിക്കപ്പെടുന്നത് മെയിൽ ടെസ്റ്റിസിലാണ്. യൗവനയുക്തനായ ഒരു പുരുഷൻ ഒരു ദിവസം 150 മില്യൺ, അതായത് 15 കോടി പുരുഷ ബീജങ്ങളെ വരെ ഉൽപ്പാദിപ്പിക്കാം. മറിച്ച് ഒരു സ്ത്രീ 28 ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ അണ്ഡാശയത്തിൽ ഒരു സ്ത്രീ ബീജം, ഒരു എഗ്ഗ് മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ. സംഭോഗവേളയിൽ ഏകദേശം 100 മില്യൺ സ്പേംസ്, അതായത് 10 കോടി പുരുഷ ബീജങ്ങളാണ് സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഈ 10 കോടി പുരുഷ ബീജങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആ സ്ത്രീയുടെ ഒരേ ഒരു സ്ത്രീ ബീജത്തെ കണ്ടുമുട്ടി ഫെർട്ടിലൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ഗർഭോത്പാദനം നടക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ 3.5 ഇരട്ടി വരുന്ന അത്രയുമുള്ള സംഖ്യയുള്ള പുരുഷ ബീജങ്ങൾ ഒരേ സ്ത്രീ ബീജത്തെ അന്വേഷിച്ച് ഓട്ടം ആരംഭിക്കുന്നു. ഇതിൽ ഒരു ബീജം മറ്റെല്ലാ ബീജങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുൻപിലെത്തി ഉദ്ദിഷ്ട സ്ഥാനത്ത് സ്ത്രീയുടെ ഓവത്തെ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഈ പുരുഷ ബീജമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പിതൃസ്ഥാനം വഹിക്കുന്നത്. 2 തരം പുരുഷ ബീജങ്ങളുണ്ട്. എക്സ് ക്രോമസോം വഹിക്കുന്ന ബീജങ്ങളും വൈ ക്രോമസോം വഹിക്കുന്ന പുരുഷ ബീജങ്ങളും. വൈ ക്രോമസോം വഹിക്കുന്ന ബീജങ്ങൾ മത്സരിച്ച് ഫെർട്ടിലൈസേഷൻ നിർവഹിക്കുമെങ്കിൽ കുട്ടി ആൺകുട്ടിയായിരിക്കും. എക്സ് ക്രോമസോം വഹിക്കുന്ന പുരുഷ ബീജങ്ങളാണ് ഫെർട്ടിലൈസേഷൻ നിർവഹിക്കുന്നതെങ്കിൽ കുട്ടി പെൺകുട്ടിയായിരിക്കും. രണ്ടിനും ഉത്തരവാദി പുരുഷൻ തന്നെ. പിന്നെ സ്ത്രീകളെ കുറ്റം പറയാൻ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു പുരുഷ ബീജം 5 ദിവസം വരെ സ്ത്രീയുടെ ശരീരത്തിൽ കഴിഞ്ഞുകൂട്ടാം. പുരുഷ ബീജത്തിൻ്റെ വലിപ്പം 55 മില്ലി മൈക്രോൺ, വളരെ വളരെ ചെറുതാണ്. പുരുഷ ബീജം സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ 3-4 മില്ലിമീറ്റർ വേഗത്തിലാണ് ഒരു മിനിറ്റിൽ യാത്ര ചെയ്യുന്നത്. ഈ വേഗത്തിൽ യാത്ര ചെയ്താൽ സ്ത്രീ ശരീരത്തിലെ എഗ്ഗുമായി കണ്ടുമുട്ടുവാൻ 3 മണിക്കൂർ വരെ എടുത്തേക്കാം. മെയിൽ സ്പേം അതിന് മുന്നോട്ട് മാത്രമേ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കൊഞ്ചിനെ പോലെ പുറകോട്ട് യാത്ര ചെയ്യുക സാധ്യമല്ല. പുരുഷ സ്പേം കൗണ്ട്സ് കൂടുന്നതിനും സ്പേമിന് മോർട്ടലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ മെയിൽ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും യൂറോളജി സൊസൈറ്റികളും യൂറോളജിസ്റ്റും നൽകുന്ന ഉപദേശങ്ങളിൽ ചിലത് പറയാം. ദിവസവും എക്സസൈസ് ചെയ്യുക, അമിതമായി വണ്ണം വയ്ക്കുവാൻ, ഒബേസിറ്റി ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിളും ധാരാളമായി ഭക്ഷണത്തിൽ കഴിക്കുന്നതും നന്നായിരിക്കും. സ്ട്രെസ് കുറയ്ക്കുവാൻ പുരുഷന്മാർ ശ്രമിക്കണം. പുകവലി ഉപേക്ഷിക്കണം. മദ്യം കഴിക്കുമെങ്കിൽ അത് മിതമായി മാത്രമായിരിക്കണം. ദിവസവും ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നതും പ്രയോജനപ്പെട്ടേക്കാം. ചൂടുവെള്ളത്തിലും സോണാ ബാത്തിലും
അധിക നേരം ഇരിക്കുന്നത് പുരുഷന്മാർക്ക് ഫെർട്ടിലിറ്റി കുറയ്ക്കാൻ ഇടയാക്കിയേക്കാം. വളരെ നേരം തുടർച്ചയായി സൈക്കിൾ ചവിട്ടുന്നതും നല്ലതല്ല. ചെറുപ്പകാലങ്ങളിൽ പകർച്ചവ്യാധിയായി പ്രത്യക്ഷപ്പെടുന്ന മംസ് ടെസ്റ്റിസിന് ഇൻഫ്ലമേഷൻ നൽകി പുരുഷന്മാരുടെ ഫെർട്ടിലിറ്റി കുറയ്ക്കാം. മംസ് ഓർക്കൈറ്റിസ് മൂലം ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടത് കേരളത്തിൽ വളരെ സാധാരണമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മംസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വാക്സിൻ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നൽകിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹൈഡ്രോസിൽ, വാരിക്കോസ് വെയിൻസ് തുടങ്ങിയുള്ളവർ ശസ്ത്രക്രിയ ചെയ്ത് അത് ശരിയാക്കണം. വാസക്തി ചെയ്തവരാണ് അതാണ് പുരുഷവന്ധ്യത്തിന് കാരണമെങ്കിൽ അത് വീണ്ടും ശസ്ത്രക്രിയ ചെയ്ത് 90% ശരിയാക്കുവാൻ ഇന്ന് യൂറോളജിസ്റ്റിന് സാധിക്കും. മെയിൽ ഫെർട്ടിലിറ്റിയെ പറ്റിയുള്ള ആധുനിക വിജ്ഞാനത്തിൽ നിന്നും ഉള്ള ഗുണപാഠം നാം പഠിച്ചിരിക്കേണ്ടത് ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ കുഴപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ട്. 2 പേരും സ്ത്രീകളെയും കുട്ടികളെയും പൂർണ്ണമായി പരിശോധനയ്ക്ക് വിധേയരാക്കിയിരിക്കണം. പുരുഷ ബീജം മാത്രമാണ് ജനിക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്നതിന് ഉത്തരവാദി. 3-ാമത്തെ ഗുണപാഠം, ജീവിതത്തിൽ ആരും തന്നെ തങ്ങളൊരു പരാജയമാണെന്ന് പറയരുത്. വിഷാദ രോഗമുള്ള പുരുഷന്മാരോട് അവരൊരു പരാജയമാകുമെന്ന് പറയുന്ന അവസരത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരമ്മയുടെ ഒരു എഗ്ഗിന് വേണ്ടി ഓടിയത് 100 മില്യൺ മെയിൽ സ്പേംസ് ആണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ 3.5 ഇരട്ടി സംഖ്യ വരുന്ന മെയിൽ സ്പേംസ് ഒരു മാരത്തോൺ ഓട്ടമാണ് നടത്തിയത്. അതിൽ ഒരേ ഒരു പുരുഷ ബീജം മറ്റെല്ലാ ബീജങ്ങളെയും പിന്നിൽ തള്ളിക്കൊണ്ട് മുന്നിലെത്തി വിജയം കരസ്ഥമാക്കി. ആ ബീജമാണ് ഈ ഭൂമിയിൽ ജനിച്ച നാം ഓരോരുത്തരുടെയും പിതൃസ്ഥാനി. ആ ബീജത്തിന് പകരം മറ്റൊരു ബീജമായിരുന്നു ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് പകരം മറ്റൊരു മനുഷ്യജീവിയായിരുന്നു ഈ ഭൂമിയിൽ ജനിക്കുക. അതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് സങ്കല്പിക്കുവാൻ സാധിക്കാത്ത ഏറ്റവും വലിയ ഒരു മാരത്തോൺ ഓട്ടത്തിൽ ജയിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ഒരു ഫെയിലിയറാണെന്ന് പറയാൻ ഈ ഭൂമിയിൽ ജനിച്ച് ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.